അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം വലുതായിരിക്കുന്നു ഇസ്രായേലിനകത്തുനിന്നുള്ളതാണ് ഈ പുറത്തേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കാണിക്കുന്ന പ്രധാന കാര്യം. അത് ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായതിന് ശേഷം പ്രത്യാക്രമണത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ വിടാമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള പഠനങ്ങൾ തന്നെ പറയുന്നത്. ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായി, അതിനുശേഷം മാരകമായ തിരിച്ചടി കൊടുത്ത് എക്കാലത്തേക്കും നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള വലിയ പ്ലാനൊക്കെ പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ അതിനു മുമ്പ് തന്നെ തിരിച്ചടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും നെതന്യാഹു ചെയ്യട്ടെ, നമുക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്ത ആളുകളുടെ എണ്ണം അപ്പോൾ തന്നെ കൂടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണ് ഇറാനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റാണ്. അതിൽ വ്യാപകമായ നാശമുണ്ടായി, ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് വിചാരിച്ച് പോകാനുള്ള തീരുമാനമെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഈ സംഗതിയെ കാണേണ്ടത്. ഇസ്രായേൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സ്റ്റേറ്റാണ് ലോകത്ത്. ഇസ്രായേലിലുള്ള ആളുകൾ, ഇപ്പോൾ മലയാളികളായ ചില വ്ളോഗർമാരൊക്കെ അവിടെ നിന്ന് നിരന്തരം വ്ളോഗ് ചെയ്യുന്ന കാണാം. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ വരുന്ന എല്ലാ മിസൈലും അടിച്ചു കളയാണ്, ഒന്നും പേടിക്കാനില്ല, സുരക്ഷിതമാണെന്ന് പറയുമ്പോഴാണ് 10,000-ഓളം ആളുകൾക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടത്. ഒരു മിസൈൽ വാറിൽ മാത്രമായിട്ട് ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല എന്നത് ഓർക്കണം. അപ്പോൾ അതുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി ഭയങ്കരമാണ്. കാരണം അത്രയും സെക്യൂരിറ്റി അമേരിക്കയിൽ 2000 ഈ ട്വിൻ ടവർ ആക്രമണം ഉണ്ടായല്ലോ, അതുണ്ടാക്കിയ ഏറ്റവും വലിയ മാനസികാഘാതം അമേരിക്കക്കാരായ നമ്മൾ ആക്രമിക്കപ്പെടുകയോ എന്നതായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ബോംബിടും, മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളവരാണ് നമ്മൾ ഒരു കാലത്തും ആക്രമിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രിവിലേജിൽ ജീവിക്കുന്നവരാണ് അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ ആളുകൾ. പിന്നെ ഈ പറഞ്ഞ നാറ്റോയിലൊക്കെ ഉള്ളവർ ഒരു സന്ദർഭത്തിൽ അവരുടെ അടുത്തൊരു ചെറിയ പടക്കം പൊട്ടിയാൽ അവരുടെ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായി പോകും. കാരണം അവർക്കത് അനുഭവമില്ല, മനുഷ്യരുടെ ചോരയുടെ ഗന്ധം അനുഭവമില്ലാത്തതാണ്. ഇത് ഇവരെ ഭയങ്കരമായി ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ട് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പോകാൻ ആലോചിക്കുന്നു. പുറത്തേക്ക് പോകുന്നുള്ളത് വസ്തുതയും കണക്കുമാണ്, ഡേറ്റയാണ്. അത് സൈപ്രസിലുള്ള മനുഷ്യർ, ഇപ്പം നേരത്തെ അജ്മസ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് സമയത്തും ആക്രമിക്കും. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജിക് ബാക്ക് യാർഡ്, നമ്മൾ വേറൊരു സ്ഥലം കണ്ടുവയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ പോകാനും വരാനും. ഇതിനു വേണ്ടി അവർ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ വിമർശനം. കാരണം ഇവർ രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്ന്, ഇവർ സെറ്റിലേഴ്സായിട്ട് കടന്നു കയറി എവിടെയും കളമുണ്ടാക്കാൻ ഉള്ള ചരിത്രമുള്ളവരാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇവർക്ക് ഇപ്പോൾ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, ഇവർക്ക് പുറത്തേക്ക് പോയേ പറ്റൂ. ഈ രണ്ട് വസ്തുതകളെ, ഒരു വർത്തമാന വസ്തുതയും ഒരു ചരിത്ര വസ്തുതയും മുൻനിർത്തിക്കൊണ്ടാണ് സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇളവുകൾ ഇവർ താപ്പാക്കി എടുക്കുകയാണ്. അത് നമുക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കും എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ സ്കൂൾ ഉണ്ടാക്കുന്നു, അവർ മറ്റവരുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഗെറ്റോകൾ ഉണ്ടാക്കുകയാണ്. ഫൈനലി നമുക്ക് കടക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ടാക്കും. അത് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ വേറൊരു സ്ഥലമാക്കി ഇതിനെ മാറ്റുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു പ്രധാന സംഗതി, ഭയങ്കരമായി ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ പോയിട്ടില്ല. ആ കൂടി 10,000-15,000 പേരും കണ്ടേ അവിടെ ഉള്ളൂ. 4,000-ഓളം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഭൂമിയും പ്രോപ്പർട്ടിയും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സൈപ്രസിന് ഈ പറഞ്ഞ പോലെ ദ്വീപ് രാഷ്ട്രം എന്നുള്ള പ്രത്യേകതയുണ്ട്, ഒരു സ്ട്രാറ്റജിക് ഒരു പോയിൻ്റ് എന്നുള്ള പ്രത്യേകതയുണ്ട്. EU മെമ്പർഷിപ്പുള്ള രാജ്യമാണ്. ആ നിലയ്ക്കുള്ള എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ഏറ്റവും അവൈലബിൾ ബെസ്റ്റായിട്ടുള്ള ഒരു രാജ്യത്തെ ഇവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ തടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികവും രാഷ്ട്രീയവും ഉടമസ്ഥാപരവുമായിട്ടുള്ള നമ്മുടെ സാധ്യതകൾ അവസാനിക്കാൻ പോകുന്നുള്ള ഭയങ്കരമായ സംഗതി അവർ പ്രചരിപ്പിക്കുന്നു. ഇതിവർ ജൂയിഷ് വിഭാഗത്തോടുള്ള ഹെയ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. ശരിയാണ്, അത് ഉണ്ടാക്കാൻ പോകുന്ന വിടവിച്ചതല്ല. അങ്ങനെ ഒരു പ്രചരണം നടത്തിയാൽ ഒരു കൂട്ടം ആൾക്കാർ നമ്മളോട് വന്ന് താമസിക്കുകയാണ്, അവർ നമ്മുടെ നാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ സംസ്കാരത്തെയും രാഷ്ട്രീയമായും ഇല്ലാതാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ്, അവരെ നമ്മൾ ഓടിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഹെയ്റ്റ് സ്പ്രെഡ് അല്ലെങ്കിൽ വസ്തുതകളുടെ വേണ്ടത്ര പിൻബലമില്ലാതെ നടക്കുന്ന ഭയാശങ്ക പടർത്തലൊന്നും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം കാണണം, സൈപ്രസ് പറയുന്ന ഒരു രാജ്യം, ജൂതന്മാർ ഇവിടെ കുടിയേറി വലിയ തോതിൽ താമസിക്കാൻ പോവുകയാണ്, നമ്മൾ പേടിക്കണമെന്ന് പ്രചരിപ്പിക്കുന്നു. അതേസമയം മുസ്ലിങ്ങൾ ജൂതന്മാരെ ഇല്ലാതാക്കാൻ നടക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വെറുതെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കണക്കെടുത്ത് നോക്കുക, ഗൂഗിളിൽ പോയിട്ട് ഏതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നത് സെർച്ച് നോക്കുക, നിങ്ങൾക്ക് എമ്പാടും രാജ്യങ്ങളുടെ പട്ടിക കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ ഇറാനുണ്ടല്ലോ, ഇറാനിലടക്കം ജൂതർ സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുണ്ട്. അവരെ നമ്മുടെ സംസ്കാരത്തിനെതിരാണെന്ന പേരിൽ അവരെ അവിടെ ഒരു വേട്ടയാടി പിടിക്കുന്നില്ല. ഈജിപ്തിലുണ്ട്, ഇറാഖിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE നിങ്ങൾ മൊറോക്കോയിലുണ്ട്, എത്രമാത്രം രാജ്യങ്ങളെടുത്ത് നോക്കുക, അവിടെയെല്ലാം ഇവർ സ്വസ്ഥതയോടെ ജീവിക്കുന്നു. നോക്കൂ, സൈപ്രസിൽ ഇവർ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുകയാണ്, ഇവന്മാർ സെറ്റിലേഴ്സായിട്ട് വന്നിട്ട് സ്ഥലം പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ്, അവരെ പേടിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഈ കാണേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇൻസെക്യൂരിറ്റി ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു. ഇസ്രായേലിന് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതോ, ഇസ്രായേലിന് എത്ര പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതോ, ഇസ്രായേലിന് മിലിറ്ററിയിൽ നിന്ന് നാശം ഉണ്ടായിരുന്നുള്ളതല്ല. ആ രാജ്യം എടുത്തുയർത്തി വെച്ച ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് അവരുടെ സെക്യൂരിറ്റി ആയിരുന്നു. അത് തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഗതി. അത് കാണേണ്ടതാണ്. രണ്ടാമത്തേത്, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അധിനിവേശക്കാരാണെന്ന ഫീൽ ഇവരെക്കുറിച്ച് ലോകത്തിനുണ്ട് എന്നാണ് ഒരു കാര്യം അല്ലേ. അല്ല, അവരുടെ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്നു, അവർക്ക് അവരെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയല്ല,
ഇവന്മാർ അവിടെ വേണമെങ്കിൽ എന്തും കാണിച്ചോട്ടെ, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഇവർ അധിനിവേശം ചെയ്യും, ഇവരുടെ പ്ലാൻ അതാണ് എന്ന് ഭയപ്പെടുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അവർക്ക് വെസ്റ്റ് ബാങ്കാണ് എന്നതുകൂടി കാണണം.